വിശദമായ വാർത്തയിലേക്ക്. കേരളത്തിലെത്തിയത് 14-അംഗ കുറുവ സംഘമെന്ന പോലീസ്. സന്തോഷിനെ മാത്രമാണ് പിടികൂടാനായത്. 13 പേരെ കണ്ടെത്താനുണ്ട്. 4 പേർ ഇപ്പോഴും കൊച്ചി വിട്ടിട്ടില്ലെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. 2 പേർ തുടർച്ചയായ 4 ദിവസം പറവൂരിൽ ചുറ്റിനടന്ന് വീടുകൾ നിരീക്ഷിച്ചു. സന്തോഷിന് തിരുട്ട് ഗ്രാമത്തിൽ 3 വീടുകളുണ്ടെന്നും കണ്ടെത്തിയിരിക്കുന്നു. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, കുറുവ സംഘം വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? ഇതിൽ കുറുവ സംഘത്തെ കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം, പ്രത്യേകിച്ച് ഈ സന്തോഷിനെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഈ രീതിയിലുള്ള റിപ്പോർട്ടിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഈ വിശദമായ റിപ്പോർട്ട് പോലീസ് ഉന്നതാധികാരികൾക്ക് ഇത് സംബന്ധിച്ച് സമർപ്പിച്ചിട്ടുമുണ്ട്. ഇതിൽ വ്യക്തമാക്കുന്നത് കേരളത്തിലേക്ക് എത്തിയത് മോഷണം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിലേക്ക് എത്തിയത് സന്തോഷിനൊപ്പം 14 പേരടങ്ങുന്ന ഒരു സംഘമാണ് കേരളത്തിലേക്ക് വരികയും ചെയ്തത്. ഇത് എറണാകുളം, ആലപ്പുഴ ജില്ല ഇവിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സംഘം മുന്നോട്ട് പോവുകയും ചെയ്തത്. മോഷണം തന്നെയാണ് ഇവരുടെ ഒരു കുലത്തൊഴിൽ എന്നെല്ലാം പറയുന്ന രീതിയിലാണ് ഇവരുടെ കാര്യങ്ങൾ. കാരണം ഇവരുടെ ഈ തിരുട്ട് ഗ്രാമം എന്നെല്ലാം പറയുന്ന സ്ഥലത്താണ് ഇവരെല്ലാം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത്. ഈ 14 പേരടങ്ങുന്ന സംഘത്തിൽ ഇപ്പോൾ ഈ സംഘാംഗം എന്ന് പറയാവുന്നത് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് സന്തോഷ് മാത്രമാണെന്നാണ് ഇതുവരെ പോലീസ് സ്ഥിരീകരിക്കുന്നത്. മറ്റുള്ളവർ ഇനിയും ഈ പോലീസിന്റെ പരിധിക്ക് പുറത്താണ്. അവരെ കൂടി പോലീസ് പിടികൂടേണ്ടതുണ്ട്. ഇപ്പോൾ അവരെ സംബന്ധിച്ചൊരു വ്യക്തമായ വിവരങ്ങളില്ല. ഒടുവിലുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് പറവൂരിൽ ഇവർ നടത്തിയ മോഷണ ശ്രമമാണ് ഒടുവിൽ ഇത് സംബന്ധിയായ റിപ്പോർട്ട് കാര്യങ്ങൾ ഉള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. ഈ 2 പേരും ഇവർ ഈ സംഘങ്ങളുടെ ഭാഗമാണ് എന്നത് സംബന്ധിച്ച് പോലീസ് സ്ഥിരീകരിക്കുന്നു. സന്തോഷം ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഇവർ പറവൂരിൽ തുടർച്ചയായ ദിവസങ്ങളോളം ഇവർ സ്ഥലം നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മോഷണ ശ്രമത്തിലേക്ക് അടക്കം കടന്നത് എന്നതാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. ഇതിൽ സംഘങ്ങൾ പലതായി ചിതറി, പ്രത്യേകിച്ച് സന്തോഷ് അടക്കം പിടിയിലാവുന്നു. പോലീസിന്റെ അന്വേഷണം ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നു. പലയിടത്തും പെട്രോളിംഗ് ശക്തമാക്കുന്നു. അങ്ങനെ ഇവർ എന്ത് ലക്ഷ്യമിട്ട് ഇവിടേക്ക് വന്നിരുന്നു അത് മോഷണം തുടരാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അടക്കം പോകുന്നു. മാത്രമല്ല ഇവരെ കുറിച്ചുള്ള ഒരു വ്യക്തമായ വിവരങ്ങളിലേക്ക് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരെ എവിടെയെന്ന് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന രീതിയിലേക്ക് പോലീസ് വിവരശേഖരണം അടക്കം നടത്തിയിട്ടുണ്ട്. അപ്പോൾ മോഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് ഇവിടെ തുടരാനായിട്ട് സാധിക്കുകയില്ല. പലരും തന്നെയും ഈ സ്ഥലം വിടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവരിൽ 4 പേരെങ്കിലും ഇവിടെ ഉണ്ട് എന്നതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അവരെ കുറിച്ച് വ്യക്തമായ ഒരു വിവരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതിനർത്ഥം അവർ ഈ ഭാഗങ്ങളിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് കൊച്ചി, ആലപ്പുഴ കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ടാകുമെന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണവും കൂടുതലായിട്ട് പോലീസ് ശക്തിയാക്കിയിട്ടുണ്ട്. വൈകാതെ ഇവരെ കുറിച്ച് വ്യക്തമായ സൂചനകളിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. എന്തായാലും കേരളത്തെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കേരളത്തെ ഉറപ്പിച്ചു എന്നെല്ലാം പറയാവുന്ന ഒരു മോഷണ സംഘം, അവരെ കുറിച്ച് വ്യക്തമായ ഒരു നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സംഘാംഗങ്ങളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. ഏതായാലും പോലീസിന്റെ ഒരു തുടക്കത്തിൽ ഈ തിരുട്ട് സംഘങ്ങൾ കാര്യമായ രീതിയിൽ തന്നെ ഭീതി വിതയ്ക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് പോലീസിന് അന്വേഷണത്തിലേക്ക് തന്നെ ഇവരിലേക്ക് എത്താനായിട്ട് പോലീസിന് കഴിഞ്ഞു എന്നത് ആശ്വാസകരം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നത് ഇനിയും ഇവരെ വ്യക്തമായ രീതിയിൽ ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത 4 പേരുണ്ട് എന്ന് പോലീസ് പറയുമ്പോൾ അവരെങ്ങനെയാണ്, എവിടെയാണ് എന്നത് സംബന്ധിച്ച് ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം സന്തോഷിനെ പിടികൂടിയത് കൊച്ചിയിലെ മരടിലെ ഈ കുട്ടവഞ്ചി തൊഴിലാളികൾക്കൊപ്പം അയാൾ കഴിയുകയായിരുന്നു എന്നതാണ്. അപ്പോൾ ഇവർ പകൽ സമയങ്ങളിൽ മറ്റിടങ്ങളിൽ മറ്റു ജോലികൾ നോക്കിക്കൊണ്ട് വ്യാപൃതരാകുകയും രാത്രി ഈ മോഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള നിരന്തര ശ്രമങ്ങൾ തുടരുകയുമാണ്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.